HR എന്ന് പറയുന്നത് വമ്പൻ ഒരു പരാജയമായിരുന്നു എന്നാണ് സാബു എന്ന് പറഞ്ഞത്. സാബു മാത്രമല്ല ശ്വേതയും എന്ന് പറഞ്ഞത്. അവിടെ മത്സരാർത്ഥികളെ കുറിച്ച് പറയാനുള്ളത് പറയുക എന്നവിടെ ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് അവിടെ HR എന്ന് പറയുന്നത് വമ്പൻ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് അവർ പറയാതെ അവിടെ പറഞ്ഞത്. എടുത്തു പറയാനായിട്ട് അവിടെ പോയിന്റ്സ് അവർക്ക് ഉണ്ടായിരുന്നത് HR-ന് സ്വന്തമായിട്ട് ഒരു തീരുമാനങ്ങളും ഉണ്ടായിരുന്നില്ല. ഓണേഴ്സിനെ ആശ്രയിച്ച് മാത്രമാണ് HR അവിടെ വർക്ക് ചെയ്തിരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഉത്തരം തേടി ഓണർമാരെ തേടിപ്പോകും. ഓണർമാരെന്ത് പറയുന്നു അതാണ് HR-ന്റെ മറുപടി. അവിടെ അതല്ല വേണ്ടത്. HR-ന് HR-ന്റേതായ റോൾ ഉണ്ട്, അത് വൃത്തിയായി ചെയ്യണം, സ്വന്തമായി അഭിപ്രായം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തത് ഹോട്ടലിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഓണേഴ്സിന് അത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ചല്ല HR അവിടെ നിൽക്കേണ്ടത് എന്നാണ് അവിടെ എടുത്ത് സാബു പറഞ്ഞത്. ശ്വേതയും അത് സൂചിപ്പിച്ചു. പിന്നെ അവിടെ സാബു ഇനിയിപ്പോൾ അത്രയും വിഷമമാവണ്ട എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല, ഋഷിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ആ കോയിൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞ സമയത്ത് അവരിൽ നിന്ന് ആ കോയിൻ തിരിച്ചു വാങ്ങാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറേ സംസാരിക്കാനായിട്ട് ഓടി നടന്നിരുന്നു. അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. പക്ഷേ അവിടെയും കൃത്യമായൊരു തീരുമാനം എടുക്കാനായിട്ട് ഋഷിക്ക് കഴിഞ്ഞില്ല. അതിനുത്തരം തേടിയും ഋഷി പോയത് ഓണർമാരുടെ അടുത്തേക്കാണ്. സ്വന്തമായി എന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് അവിടെ HR-ന്റെ അടുത്ത് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും മോശം പെർഫോമൻസ് HR-ന്റേതായിരുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് സാബുവും അതുപോലെ ശ്വേതയും പറഞ്ഞത്.